ഡിപ്രഷൻ, ആങ്സൈറ്റി എന്ന ഒരുപാട് അസുഖത്തിലൂടെയൊക്കെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അവർക്ക് എവിടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഫാമിലി സൈഡ്, വേറൊരു സൈഡ്. അങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഈ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുക? തീർച്ചയായിട്ടും പറ്റും. അതായത് നമുക്ക് ഒരുപാട് നീഡുകൾ പ്രൈമറിലി കിടക്കുന്നുണ്ട് മനുഷ്യന്. അതിൽ നീഡ് ഫോർ അക്സെപ്റ്റൻസ് ഉണ്ട്, നീഡ് ഫോർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നൊരു സംഭവം കിടപ്പുണ്ട്. അപ്പോൾ ഈ നീഡ് ഫോർ അച്ചീവ്മെന്റ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്കില്ലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. ഒരു സന്തോഷം മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ അടുത്തൊരു ഡിപ്രഷനുള്ള ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. ലേഡിയുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പുള്ളിക്കാരി ഒരു 45-46 ഇയേഴ്സ് വരെ മോൾക്ക് വേണ്ടിയാ ജീവിച്ചേ. അപ്പം ഈ ഒരു മോൾ എന്നൊരു ലോകത്തിനെ ചുറ്റിയാണ് അവരുടെ ലൈഫ് ഉണ്ടായിരുന്നത്. അപ്പൊ മോൾക്ക് വേണ്ടി രാവിലെ എണീക്കുന്നു, മോളുടെ സ്കൂളിലെ കാര്യങ്ങൾ നോക്കുന്നു, ലഞ്ച് നോക്കുന്നു, വൈകുന്നേരം വരുമ്പോഴത്തേക്കും അവള് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അവളെ പഠിപ്പിക്കുന്നു, അവളെ കെയർ ചെയ്യുന്നു. ഇതായിരുന്നു. കുട്ടി ഒരു IIT-യിൽ എൻട്രൻസ് എഴുതി കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശൂന്യതയാണ്. നീ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയുന്നില്ല. ഇവര് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു കുട്ടി കൊണ്ട് ആവായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുട്ടി അടുത്ത കുട്ടിയും ഇതുപോലെ പോവില്ലേ, വലുതായി കഴിഞ്ഞ് പോവില്ലായിരുന്നോ? അത് പക്ഷെ അവർ തലേ കയറുന്നേ ഇല്ല. അവർക്ക് പിന്നെയും ഒരു കുട്ടിയും കൂടെ ആവായിരുന്നു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ഇത് തന്നെ അവർ പറയുന്നത്. അത്ര ഒരു ക്രോണിക് ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോയി അവരെ ആ ഒരു വിരസത. അപ്പൊ ഞാൻ ഇവരെ സ്കിൽസ് നോക്കി. അവർ കുക്കിംഗ് വളരെ ടാലന്റഡ് ആണ്, ഡാൻസും ടാലന്റഡ് ആണ്. അപ്പൊ ഞാൻ ഇവരുടെ സ്പെസിഫിക്കലി വരില്ല, പക്ഷെ സൈക്കോമോട്ടർ സ്കിൽസ് അല്ലാതെയുള്ള നമുക്കുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നിങ്ങളൊരു കേക്ക് ബേക്കിംഗ് ഒന്ന് ട്രൈ ചെയ്യേ, ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. സൊല്യൂഷനായിട്ട്. ആൻഡ് ഷീ ഓൾസോ സജസ്റ്റഡ്. എനിക്ക് കേക്ക് ബേക്കിംഗ് ഒക്കെ ഇച്ചിരി ഇഷ്ടമായിരുന്നു, മോൾക്ക് വേണ്ടി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേക്കൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ആള് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ആ ഒരു സംഭവം ഉണ്ടാക്കി ഒരു കോംപ്ലിമെന്റ് അവർ ചെയ്ത ആ ഒരു ഇതിന് കിട്ടുമ്പോൾ അവർക്ക് ആ ഒരു നീഡ് ഫോർ അച്ചീവ്മെന്റും കിട്ടി. ആൾക്കാർ അവരുടെ കഴിവിനെ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അതിലാള് മാറി. ആളുടെ ലൈഫിനെ കറക്റ്റ് ആയിട്ട് രൂപത്തിൽ ഇത് ചെയ്യുന്നൊരു, അല്ലെങ്കിൽ മറ്റേ ഡിപ്രഷനിലാണ് ഇങ്ങനെ പോകും. ഉറപ്പായിട്ടും ആ ഫോക്കസ് കംപ്ലീറ്റ് അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി. ആളുടെ സെൽഫ് ലവിലേക്ക് സ്റ്റാർട്ട് ആവാൻ തുടങ്ങി.